ക്യാൻവയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിനകത്ത് ക്യാൻവയ്ക്കകത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊരു 80% അല്ലെങ്കിൽ 70% എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടായിരിക്കും ക്യാൻവ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫോണിലായിരിക്കും, സ്മാർട്ട് ഫോണിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലി അത് നമ്മുടെ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമുക്ക് നോക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഈ സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണും അതേപോലെ ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏണിംഗ് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വലിയൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വലിയൊരു ടെക്നിക്കൽ നോളജോ അങ്ങനെ ഡിസൈനിങ് നോളജോ ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഒരു ഏണിംഗ് ക്രിയേറ്റ് ചെയ്തെടുക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജോലി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പരിചയപ്പെടാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ക്രിയേറ്റ് ഡിസൈനിൽ പോയിട്ട് ഒരു കസ്റ്റം സൈസ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിന്നിവിടെ ഒരു 180 എടുക്കുകയാണ്. 180 × 180 പിക്സൽ സൈസിലൊരു പുതിയ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പേജിനകത്തേക്ക് നമുക്കൊരു ഫൂട്ടേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും എലമെൻറ്റിൽ എടുത്തിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇന്നത്തെ ജോലി പഠിക്കുന്നതിന് ഏറ്റവും നല്ലത് നമുക്ക് പുറമേ നിന്നൊരു ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അപ്ലോഡ് ഫയൽസ് കൊടുത്തതിന് ശേഷം ഡൗൺലോഡ്സിൽ നിന്നും ഒരു ഇമേജ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, അത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ആ ഒരു ഫയൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇമേജ് നമുക്ക് നമ്മുടെ ഈ ഒരു പേജിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഇമേജ്, ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ഒരു ജോലിയാണ്. പലർക്കും ചിലപ്പോൾ ആവശ്യമുണ്ടായിരിക്കും അതൊക്കെ ഒരു ജോലിയാണോ എന്നുള്ളത്. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാനതിൻ്റെ കുറച്ച് പ്രൂഫുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ആ ജോലി ചെയ്യുന്നവരും അത് നന്നായിട്ട് ഏൺ ചെയ്യുന്നവരും. സോ ഇവിടെ ഞാൻ ഈ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് കൂടുതലായിട്ട് വേണ്ടി വരുന്നത്, അതായത് ഇതിൻ്റെ ക്ലയൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇ-കൊമേഴ്സ് സൈറ്റുകളിലൊക്കെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്ന ആളുകളായിരിക്കും. കാരണം അവർക്ക് അവരുടെ ഇമേജുകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നല്ലൊരു പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ PNG ഫയൽ അവർക്ക് ആവശ്യമായിരിക്കും. PNG എന്ന് പറയുന്നത് പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഷൂവിനെ മാത്രം ഇവിടെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കളയണം. ആദ്യമൊക്കെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോഷോപ്പിലുള്ള പെൻടൂളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു ആദ്യം. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഫോട്ടോഷോപ്പിനകത്ത് അതിൻ്റെ AI ടൂളുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെയും കുറേ ടൂളുകളുണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ അതും നമ്മുടെ ക്യാൻവയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എഡിറ്റ് ഇമേജിലേക്ക് പോകാം. എഡിറ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ഓപ്ഷൻസ് ലഭിക്കുകയാണ്. ഈ ഒരു ഫയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന, അതായത് മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് ഫസ്റ്റ് വന്നിരിക്കുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ സർക്കിൾ ഒന്ന് ലോഡ് ആകുമ്പോഴേക്കും ആ ഫൂട്ടേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കഴിഞ്ഞു. അല്ല, ഇപ്പോൾ ആ ഒരു ഫൂട്ടേജിൻ്റെ, അതായത് ആ ഷൂവിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗം അവിടുന്ന് റിമൂവ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. സോ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടൊന്ന് എടുക്കാം. ഷെയറിൽ പോകുന്നു, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ടേം, അതായത് നമുക്ക് ഒരു വെബ്സൈറ്റിനകത്ത് നിന്ന്, ഇപ്പോൾ വേറെ ഒരുപാട് വെബ്സൈറ്റുകൾ ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരുന്ന വെബ്സൈറ്റുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ remove.bg എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് നമുക്കിത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ നമുക്കിതിൻ്റെ സൈസ് എത്ര ക്ലാരിറ്റിയിൽ ഇത് വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവ പ്രോ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്ലാരിറ്റി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ഹൈ ലെവൽ ക്ലാരിറ്റിയിൽ, ഇപ്പോൾ 3375 × 3375 സൈസിനകത്ത് നമുക്ക് ഇത് ഔട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ remove.bg ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഇത്രയൊരു വലിയ സൈസിനകത്ത് നമുക്ക് അവിടെ ഔട്ട് എടുക്കാൻ സാധിക്കില്ല. സോ അപ്പോൾ ഇവിടെ നമുക്കത് PNG നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ മാക്സിമം സൈസ് കൊടുത്തിട്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, ട്രാൻസ്പെറൻറ്റ് ആക്കണം. കാരണം ട്രാൻസ്പെറൻറ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ പ്രീമിയം ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പ്രീമിയം ഉള്ള ആളുകൾക്കാണ് അത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഔട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ നമുക്കത് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ നമുക്ക് PNG ഫയലായിട്ട് നമ്മുടെ ഡിവൈസിനകത്തേക്ക് ലഭിക്കും. ഈ ഫയൽ നമ്മുടെ ക്ലയൻസിന് കൊടുക്കുന്നതിലൂടെ നമുക്ക് റവന്യൂ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, നല്ല ക്ലാരിറ്റിയിൽ, നല്ല സൂപ്പർ ക്ലാരിറ്റിയിൽ നമുക്ക് ഈ ഔട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ടേമിലൂടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ജോലികളിലൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റവന്യൂ കണ്ടെത്താൻ സാധിക്കും. ഇനി റവന്യൂ കണ്ടെത്താം എന്നുള്ളത് എങ്ങനെയെന്ന് കൂടി നോക്കാം. ഇവിടെ ഞാനൊരു വെബ്സൈറ്റ്, അന്ന് എനിക്കൊന്ന് 2-3 ക്ലാസ് മുൻപ് നമ്മൾ ഈ ഫൈവർ എന്ന സൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫൈവർ എന്ന് പറയുന്ന സൈറ്റിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സെല്ലറാണ്. ഓക്കെ, മമ്മുൻ എന്ന് പറയുന്ന ഒരു സെല്ലർ. ആൾ ഏകദേശം 1099
403 റിവ്യൂസ് ആൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ റിവ്യൂസിൻ്റെ കേസ് ഞാൻ എടുത്ത് പറയട്ടെ. നിങ്ങൾ ഫ്ലിപ്കാർട്ടും ആമസോണിലൊക്കെ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് നിങ്ങൾക്ക് റിവ്യൂവിൻ്റെ ഒരു കേസ് അറിയുന്നുണ്ടായിരിക്കും. കാരണം ഈ ഓർഡർ ചെയ്യുന്ന എല്ലാവരും നമുക്ക് റിവ്യൂ തരില്ല. അതായത് ഇയാൾക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡർ കൗണ്ട് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ 9 ഓർഡേഴ്സ് ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൾ ചെയ്യുന്ന ജോബ് എന്താണ്? ഐ വിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ഇമേജ്. ഒരു ഇമേജിനകത്ത് നിന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിൻ്റെ ഔട്ടും കൊടുക്കാം. വൈറ്റ് ഓർ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആൾ ചെയ്ത് കൊടുത്തുള്ള വർക്കുകളൊക്കെ നമുക്കിവിടെ അങ്ങനെ കാണാൻ പറ്റും. ഓരോ കണ്ടൻറ്റുകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻകം കണ്ടെത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം അവർ 20 ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്തരത്തിൽ റിമൂവ് ചെയ്യുന്നതിന് 439 രൂപയാണ് ഒരു ചാർജ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ കണ്ട ഒരൊറ്റ മിനിറ്റിൻ്റെ വർക്കേ നമുക്കുള്ളൂ. ഒരൊറ്റ മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് അതിൻ്റെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ക്യാൻവ പ്രോ അക്കൗണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു ഗിഗ് നോക്കാം. ഇതിനകത്ത് ഐ വിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ഇമേജ് ദെൻ ക്ലിപ്പിംഗ് പാത്ത് ട്രാൻസ്പെറൻറ്റ് ഓർ വൈറ്റ്. 1002 റിവ്യൂസ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. 7 ഓർഡേഴ്സ് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. 7 ഓർഡേഴ്സ് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. മറ്റ് സുഹൃത്തിൻ്റെ പോലെ തന്നെ 20 പ്രൊഡക്റ്റുകൾ തന്നെയാണ് അവരിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഓരോ കാറ്റഗറി ആകുമ്പോൾ ഈ കൗണ്ട് ചേഞ്ച് ആവുന്നുണ്ട്. മോഡൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ 15 ആക്കി. അതുപോലെ ബൈസിക്കിൾ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് റിമൂവ് ചെയ്യുന്നതിന് തന്നെ 439 രൂപ ഒരു ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജ്വല്ലറി ഇമേജ് ആണെന്നുണ്ടെങ്കിൽ 5 ഇമേജുകൾ ഈ ഒരു പ്രൈസ്. പക്ഷേ ഇവരുടെയൊക്കെ പ്രൈസിൽ നോക്കുക, സ്റ്റാർട്ടിങ് മാത്രമാണ് ഈ ഒരു പ്രൈസ്. അത് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡും പ്രീമിയം ഒക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. 100 ഇമേജുകൾ ഈസി ഇമേജുകളാണെന്നുണ്ടെങ്കിൽ 100 റിമൂവ് ചെയ്യുന്നതിന് 2000 രൂപയും. അതുപോലെ ഇവിടെ നമുക്ക് പ്രീമിയം നോക്കുമ്പോൾ 110 പ്രൊഡക്റ്റ് ഇമേജുകൾ റിമൂവ് ചെയ്യുന്നതിന് 2000 രൂപയും ചാർജ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ 15 ദെൻ 1755 50 ഇമേജുകൾ റിമൂവ് ചെയ്യുന്നു. പ്രീമിയം ആവുന്ന സമയത്തേക്ക് 100 ഇമേജുകളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3070 രൂപ ചാർജ് ചെയ്യുന്നു. 6 ഓർഡേഴ്സ് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം 8017 റിവ്യൂസ് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ക്ലിക്ക് ആമസോണിലൊക്കെ നമ്മൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ എല്ലാവരും, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, നമ്മളെല്ലാവരും എല്ലാ ആളുകളും അതിന് റിവ്യൂ എഴുതാറില്ല. അതിലൊരു 1% ആൾക്കാർക്ക് മാത്രമാണ് അതിന് റിവ്യൂ എഴുതുന്ന ആളുകളുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് മേ ബി 15000 20000 ഒക്കെ ആയിരിക്കും. അതിലായിരിക്കും ഇവർ 8000 റിവ്യൂസ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു റിവ്യൂ കൗണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഇവരുടെ ഏണിംഗ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈവൻ ഒരാൾ 15 ഇമേജ് വെച്ചിട്ടാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് 8017 ഇൻറ്റു ഒരു സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്നത് 439 അതേപോലെ പ്രീമിയം ആവുന്ന സമയത്ത് ഒരു 3000, സ്റ്റാൻഡേർഡിന് 1755 ആണ്. പക്ഷേ ഇതിൽ ഏതാണെന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. എനിഹോ എന്തായാലും ഏറ്റവും പ്രൈസ് കുറഞ്ഞൊരു എമൗണ്ട് എന്ന് പറയുന്നത് 439 രൂപ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ കണ്ടല്ലോ, 35 lakhs 35,19,463 രൂപയിൽ കൂടുതൽ ഉറപ്പായിട്ട് ഞാൻ പറയും കൂടുതൽ. കാരണം എന്താണ്, നമ്മളിവിടെ ബേസിക് എമൗണ്ട് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. അതേപോലെ ഇവർക്ക് ഇത് ഓർഡേഴ്സ് ക്യൂ ആയിട്ട് നിൽക്കുന്ന കൗണ്ട് ഉണ്ട്. മാത്രമല്ല ഇവിടെ റിവ്യൂ കൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. റിവ്യൂ കൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1/3 ആളുകൾ മാത്രമേ ഇത് റിവ്യൂ എഴുതുകയുള്ളൂ. അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗിഗിലൂടെ. ഇതിന് ഗിഗ് എന്നാണ് പറയട്ടെ. നമ്മൾ ഈ ഫൈവറിനകത്ത് ഇത്തരത്തിലുള്ള സർവീസുകൾ ലിസ്റ്റ് ചെയ്യുന്നതിന് ഗിഗ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഈ ഒരു ടേമിലൂടെ ഈ ഒരു ഇപ്പം നമ്മളിന്ന് പഠിച്ചിട്ടുള്ള കുറച്ച് സെക്കൻഡറികൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന ആ ഒരു ജോലിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു സുഹൃത്ത് 1467 റിവ്യൂസ് ലഭിച്ചിട്ടുണ്ട്. ഹബീബുർ ആർ എന്ന് പറയുന്ന ഈ സുഹൃത്ത് 1467 റിവ്യൂ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഇവരുടെയൊക്കെ പ്രീമിയം പാക്കേജൊക്കെ നോക്കുക, 100 ഇമേജുകളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് 2193 രൂപ അവർ ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഫൈവറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടത്തൊന്നുമില്ല. കാരണം ഫൈവർ എന്ന് പറയുന്നത് അത്രയധികം കോമ്പറ്റീഷനുള്ള ഒരു വെബ്സൈറ്റാണ്. നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. പ്രൊഫഷണലായിട്ട് നമുക്ക് ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫൈവർ. ഇതിനകത്ത് വേറെയും കുറേ ജോലികളുണ്ട്. ഗ്രാഫിക് ഡിസൈൻ, ഇവിടെ നിങ്ങൾക്ക് മെനുകൾ കാണാം. ഈ മെനുവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കിവിടെ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സെക്ഷനുകളാണ്. ഓക്കെ, ഇവിടെ ഗ്രാഫിക് ഡിസൈനിൽ തന്നെ ഒരുപാട് ജോലികളുണ്ടായിരിക്കും. ദെൻ പ്രോഗ്രാമിംഗ് ആൻഡ് ടെക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേരുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് ജോബില്ലാതെ നടക്കുന്ന ആളുകൾ. അവർക്കൊക്കെ ശരിക്കും തരത്തിൽ ഫ്രീലാൻസിങ് ചെയ്താൽ മതി. ഫ്രീലാൻസിങ് നമുക്ക് പുറമേ നിന്നുള്ള ഒരുപാട് ക്ലയൻറ്റുകൾ നമുക്ക് ഫൈവർ, അപ്വർക്ക് പോലെ നെറ്റ്വർക്കുകൾ അകത്തുനിന്ന് കിട്ടും. വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ ആൻഡ് ആനിമേഷൻ എന്ന് പറയുന്ന സെക്ഷൻ, റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ, ആർട്ടിക്കിൾസ് എഴുതുന്നതും AI ഉപയോഗിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ എഴുതുന്നതും, ആഡ് കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെ തന്നെ നമുക്ക് ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫൈവർ. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് ഫൈവറിനകത്ത് വളരെ ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇനി ഈ കാര്യം മാത്രമല്ല, ഇവിടെ നമുക്ക് മുൻപ് നമ്മൾ ഒരുപാട് കണ്ടൻറ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ.
നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. ഇത് ഏതും തന്നെ നിങ്ങൾക്കൊരു ഫ്രീലാൻസ് ജോബായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫൈവർ ചൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്വർക്ക് ചൂസ് ചെയ്യാം, ഫ്രീലാൻസർ ചൂസ് ചെയ്യാം, ഗുരു ചൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സോഷ്യൽ മീഡിയ ഡിസൈൻസ്, സോഷ്യൽ മീഡിയ പോസ്റ്റർ സംതിങ് നമുക്ക് കൊടുക്കാം, സോഷ്യൽ മീഡിയ പോസ്റ്റർ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കണ്ടില്ല, ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്ക് ഈ ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇതേ മോഡലായിട്ടുള്ള വർക്കുകൾ ഒരുപാട് നമുക്ക് ഫൈവറിനകത്ത് ഓൾറെഡി ആളുകൾ ചെയ്ത് കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഫൈവർ ജസ്റ്റ് നമുക്കൊന്നുകൂടി നോക്കാം. ഇവിടെ ഇത് കണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഡിസൈനുകൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ നമുക്ക് ഇത്തരത്തിൽ എഡിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു വർക്കൊക്കെ കണ്ടല്ലോ, ഈ ഒരു ഔട്ടൊക്കെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിത് എന്ത് ചെയ്യാം, ഫൈവറിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സോഷ്യൽ മീഡിയ ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു ജോലിക്ക് ഇവിടെ സാധ്യതകളുണ്ടോ എന്നുള്ളത്. സോഷ്യൽ മീഡിയ പോസ്റ്റർ. ഓക്കെ, സോഷ്യൽ മീഡിയ പോസ്റ്റർ നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് നമുക്കിവിടെ ഒരുപാട് റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് ലഭിച്ചത് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഇതൊക്കെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ഡിസൈനുകളൊക്കെ ശരിക്കും നമുക്ക് ഫൈവറിനകത്തൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഈ സൈറ്റ് ഫൈവർ എന്ന് പറയുന്നത്, ഇതിന് മുൻപ് പലരും നമ്മുടെ അഡ്മിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, ഫൈവർ എന്താണ്, ഫൈവറിനെ കുറിച്ച് കൂടുതൽ പറയുമോ എന്നുള്ളത്. ഫൈവർ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ ആമസോൺ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, വാൾമാർട്ട്, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വെബ്സൈറ്റുകളിലൊക്കെ സെല്ല് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ. ഡിജിറ്റലായിട്ടുള്ള ഫയലുകളും അതുപോലെ ഫിസിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത് അല്ലേ. ഒരുപാട് എനിക്ക് തോന്നുന്നു 80% 90% ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ തന്നെ ആയിരിക്കും. നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സെല്ല് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇതിനകത്ത് ഡിജിറ്റൽ കണ്ടൻറ്റുകൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ സെല്ലാവുന്നുണ്ട്. ഇപ്പോൾ ആമസോൺ കിൻഡിലൊക്കെ പോലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ സെല്ല് ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു ഉദാഹരണത്തിന് ഞാനിവിടെ വാച്ചസ് സെർച്ച് ചെയ്തു. എനിക്ക് വാച്ച് പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ വാച്ചസ് സെർച്ച് ചെയ്തു. അപ്പോൾ അത് സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ ഒരുപാട് റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് കണ്ടൻറ്റ്, അതിൻ്റെ പ്രൈസ് നമുക്ക് കാണാം, അതിൻ്റെ പേര് കാണാം, ആരാണ് സെല്ല് ചെയ്യുന്നത് എന്നുള്ളത് കാണാം. പിന്നെ നമുക്കത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന കാര്യം എന്താണ്, ഇതിൻ്റെ റിവ്യൂ അല്ലേ, നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ആ പ്രൊഡക്റ്റിൻ്റെ പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേര്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അത് എന്തൊക്കെയാണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന രീതിയിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ വായിച്ച് നോക്കാൻ പറ്റും. ദെൻ നമുക്കത് ആവശ്യമെങ്കിൽ ഇവിടെ അത് പർച്ചേസ് ചെയ്യാനും പറ്റും, ഓർഡർ ചെയ്യാനും പറ്റും. ഇത് തന്നെയാണ് ഫൈവർ എന്ന് പറയുന്നത്. ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ, ഫൈവറിനകത്ത് സെല്ല് ചെയ്യുന്നത് സർവീസുകളാണ്. നമുക്ക് ചെയ്യാൻ അറിയുന്നൊരു ജോലി. ഇപ്പോൾ നിങ്ങൾ ക്യാൻവയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ ക്യാൻവ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ തുടക്കം മുതലേ പറയുന്നുണ്ട് നിങ്ങൾ പ്രാക്ടിക്കലി വർക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ക്യാൻവയ്ക്കകത്ത് കുറേ ജോലികളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പരിചയമായി പ്രാക്ടിക്കലി നിങ്ങൾക്ക് വർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ജോലിന് ഇത്തരത്തിൽ ഫ്രീലാൻസിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ സെല്ലാവുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവീസുകളാണ്. ഇപ്പോൾ നമ്മൾ ലോഗോ ഡിസൈനിങ് എടുക്കണം. ലോഗോ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് കാണാം ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഈ ഒരു കാറ്റഗറിയിൽ ഓർഡേഴ്സ് ലഭിക്കുന്നത്. അബീസിയൊക്കെ ഇന്ത്യനാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടാണത്. അബീസി വളരെ സന്തോഷത്തോടെയും പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അബീസി എന്ന് പറയുന്ന ഈ അക്കൗണ്ട് ഇന്ത്യനാണ്. ഏകദേശം 624 ഓർഡേഴ്സ് ഇയാൾക്ക് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. 27,700 സംതിങ് റിവ്യൂസ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. റിവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഓർഡേഴ്സ്. ഈ ആമസോണിൻ്റെ അതേ അവസ്ഥയാണ്. ആമസോണിൽ നമുക്ക് എല്ലാവരും റിവ്യൂ എഴുതില്ല. ആമസോണിനകത്ത് ഈ റിവ്യൂ എന്ന് പറയുന്ന കണ്ടൻറ്റ് എല്ലാവരും അത് എഴുതുന്നില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ ഫൈവറിനകത്ത് എല്ലാവരും നമുക്ക് റിവ്യൂ തരുന്നില്ല. പക്ഷേ നമ്മൾ ഈവൻ ഈ ഒരു റിവ്യൂ കൗണ്ട് വെച്ചിട്ട് നിങ്ങളിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ അവരുടെ പ്രൈസിങ് ബേസിക്കും സ്റ്റാൻഡേർഡും പ്രീമിയം ഒക്കെ പല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം കാണുന്നുണ്ടെങ്കിൽ 14,000 രൂപയൊക്കെയാണ്. 14,000 രൂപയ്ക്കാണ് അവരൊരു ഡിസൈനിങ്ങിന് ചാർജ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് ഇതിനകത്തുനിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയൊക്കെ തന്നെ ഇത് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ സെല്ല് ചെയ്യുന്നത് എന്താണ്, സർവീസുകളാണെന്ന് മാത്രം. അവിടെ പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെല്ല് ചെയ്യുന്നത് സർവീസുകളാണ്. നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കില്ല് ഇവിടെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലയൻസ് ഇവിടെ വരുന്നുണ്ട്, ഫൈവറിനകത്തേക്ക് വരുന്നുണ്ട്. എസ്പെഷ്യലി USA, UK അങ്ങനെയുള്ള ടയർ 1 കൺട്രികളിൽ നിന്നുള്ള ക്ലയൻസാണ് കൂടുതലായിട്ട് ഫൈവറിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ ക്യാൻവയിൽ നമ്മുടെ ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ജോലികളൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫ്രീലാൻസിംഗ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വർക്കുകൾ കൂടിയാണ്. ഇവിടെ നമുക്ക് തിരികെ വരാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റർ.
ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കൂടി പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈവറിനാണെന്നുണ്ടെങ്കിലും അതേപോലെ ഇപ്പോൾ നമ്മൾ ക്യാൻവയ്ക്കകത്തൊക്കെ ഇത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. നേരത്തെ നമുക്ക് ആമസോണിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളല്ലേ, ആമസോണിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആമസോൺ പോലുള്ള സൈറ്റുകളിൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ PNG ഫയലുകൾ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫയലുകൾ കൂടി ആഡ് ചെയ്ത് വെക്കണം. അത് ഏതൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ പേരും ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ്, ഇപ്പോൾ ഇത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കില്ല ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, മേ ബി അതിൻ്റെ ബാക്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്നിട്ട് അത് റിമൂവ് ചെയ്ത് എടുക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഉദാഹരണത്തിനോട് ടോയ്സ് എന്ന് സെർച്ച് ചെയ്യാണ്. ഉദാഹരണത്തിന് നമ്മളോട് ടോയ്സ് എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഈ ടോയ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ഈ ടോയ്സിലൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജ് ഉണ്ടായിരിക്കും. ഓക്കെ, കണ്ടില്ല, ഇതിനൊന്നും ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജുകൾ ഇതിൻ്റെ കൂടെ അവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എഡിറ്റഡ് ഇമേജ്, അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വിത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജുകളാണ്. ഇതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നല്ല പെർഫെക്ഷനിൽ HD ക്വാളിറ്റിയിൽ നമുക്ക് ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എല്ലാ ടൂളും കൊണ്ടും പോസിബിൾ അല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ remove.bg എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി ലിമിറ്റഡ് ആണ്. നമുക്ക് അതിൻ്റെ ഫുൾ HDയിൽ നമുക്ക് അതിൻ്റെ ഔട്ട് എടുക്കാൻ സാധിക്കില്ല. പക്ഷേ ക്യാൻവയുടെ ഒരു പ്രൊഫഷണൽ ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് മാജിക് എറേസർ കൊണ്ട് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഔട്ട് എടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇത് ഈ ഔട്ട് എടുക്കുന്നത് നമുക്കിങ്ങനെ ഈ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, ക്യാൻവയ്ക്കകത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫയൽ നമുക്ക് എടുക്കാം. ഈ ഒരു ഇമേജാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഈ ഒരു ഷൂവിന് വേണ്ടിയിട്ട് ഒരു ആഡ് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും ഈ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഡിറ്റ് ഇമേജ് എടുക്കുന്നു, BG റിമൂവർ എടുക്കുന്നു, അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് റിമൂവായി പോകുന്നു. പിന്നെ നമുക്കിതിപ്പോൾ ഒരു പരസ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുകയാണെന്ന് കരുതുക, ക്രിയേറ്റീവായിട്ട് ഒരു അഡ്വർടൈസിംഗ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. സോ ഇവിടെ എലമെൻറ്റ്സിലേക്ക് വന്നതിന് ശേഷം നമുക്ക് അബ്സ്ട്രാക്റ്റ് എന്നോ മറ്റോ സെർച്ച് ചെയ്യാം. അബ്സ്ട്രാക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് ഇവിടെ അങ്ങനെ ലഭിക്കും, അബ്സ്ട്രാക്റ്റ് ഇമേജുകൾ. ഫോട്ടോസിൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാക്ക്ഗ്രൗണ്ട്, ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിന് നൽകി നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്താണ് കേട്ടോ. ഇത് ഈ ഫയലിന് അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ ലെയറിന് പുറകിലേക്ക് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ സെൻഡ് ഇറ്റ് ബാക്ക് എന്ന് കൊടുക്കാം. ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് സെൻഡ് ഇറ്റ് ബാക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലേക്ക് അത് പോയിട്ടുണ്ടായിരിക്കും. കണ്ടല്ലോ, ഈ ഒരു ഇമേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫയലിൻ്റെ പുറകിലേക്ക് അത് പോകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല പോസ്റ്റേഴ്സ്, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. റൈറ്റ് ബട്ടൺ ക്ലിക്ക് നമുക്ക് ലെയർ ഒന്ന് പുറകിലേക്ക് ഇട്ട് വെക്കാം, സെൻഡ് ടു ബാക്ക്. കണ്ടില്ല, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി എന്ത് ചെയ്യാം, ഒരു പരസ്യം അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ടെക്സ്റ്റുകളൊക്കെ എഴുതിയിട്ട് നല്ലൊരു ആഡായിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സ്റ്റൈലുകൾ ഉണ്ടായിരിക്കും. ആ സ്റ്റൈലുകൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സോ അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ ഈ സോഷ്യൽ മീഡിയ ബാനേഴ്സ്, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഫ്രീലാൻസ് ജോബുകളായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ സാധിക്കുന്ന സ്കില്ലുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കുറേ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ, ഒരുപാട് ഔട്ടുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഷേപ്പ് വരയ്ക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഇതിന് എക്സാക്റ്റ് ഈ ഒരു ഡിസൈനിന് ആപ്റ്റാവുന്ന രീതിയിൽ ഒരു ഷേപ്പ് നമ്മൾ വരയ്ക്കുകയാണ്. ഞാനിവിടെ എലമെൻറ്റ്സിലേക്ക് വന്നതിന് ശേഷം ഒരു ഷേപ്സ് എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഷേപ്സ് എടുക്കാം. ഇനി ഈ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇതിൻ്റെ പുറകിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റിനെ, അതായത് നമ്മുടെ ഷൂ നിൽക്കുന്ന ഈ ഒബ്ജക്റ്റിനെ മുകളിലേക്ക് കൊണ്ടുവരണം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലെയറിൽ ബ്രിങ് ടു ഫ്രണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇതുപോലെ നമുക്ക് ഇതിൻ്റെ പുറകിലിരിക്കുന്ന ഈ ഓറഞ്ച് ഷേപ്പിൻ്റെ ഒപ്പോസിറ്റിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഒപ്പോസിറ്റ് നമുക്ക് ഇവിടുന്ന് ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ചിട്ട് ഇങ്ങനെ നമുക്ക് നല്ല ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ എഴുതിയിട്ട് ഇതിൻ്റെ ഔട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിലും, അതല്ലാന്നുണ്ടെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഔട്ടായി, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഔട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് വർക്കുകൾ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങളിതിൽ നല്ല
ഔട്ടുകൾ, നല്ല ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. സോ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക ഏതൊരു കണ്ടൻറ്റ്, എസ്പെഷ്യലി ഇൻ ഡിസൈനിൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ പെർ ഡേ ഒരു 2 ഡിസൈനുകളും ചെയ്ത് വന്നിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ കൂടെ ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈനറായിട്ട് ഈ സമയം കൊണ്ട് മാറിയിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ എന്ന് പറയുന്ന വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സമ്പാദിക്കാൻ പറ്റും. സോ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഔട്ടുകൾ, നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈനുകൾ നിങ്ങൾക്ക് ക്യാൻവയ്ക്കകത്ത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അവസാനത്തെ ക്ലാസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലാസ് നാളെ നടക്കുകയാണ്. എല്ലാ കൂട്ടുകാരും ഇതുവരെയുള്ള എല്ലാ വീഡിയോകളും കണ്ടിട്ട് പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുക. പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഡിസൈനുകൾ നമ്മുടെ അഡ്മിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ക്യാൻവയുടെ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.